കൂടാതെ സ്വാം ഡ്രോണുകളുടെ ഉപയോഗം റഷ്യൻ കവചിതവും നൂതനവുമായ വിമാനങ്ങളിൽ നിന്നുമുള്ള ആക്രമണങ്ങളെ വളരെ ഫലപ്രദമായി പ്രതിരോധിച്ചിരുന്നു. നിലവിലുള്ള ഉപകരണങ്ങൾ നവീകരിക്കുന്നത് ഒരു ഹ്രസ്വകാല പരിഹാരം മാത്രമാണെന്നും അതിനാൽ വർദ്ധിച്ചു വരുന്ന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നത് വഴി മാത്രമേ ഇന്ത്യൻ സൈന്യത്തിന് ശക്തമാകാൻ കഴിയുകയുള്ളൂ എന്നും സൈനിക വിദഗ്ധർ സൂചിപ്പിക്കുന്നു. സാങ്കേതിക വിദ്യ ഒരു വിനാശകാരിയായി കണക്കാക്കുകയും യുദ്ധത്തിൽ വിജയിക്കുന്ന ഘടകമായി അതിനെ ഉപയോഗിക്കാനുള്ള പുതിയ വഴികൾ നമ്മൾ കണ്ടെത്തുകയും വേണം. ഇന്ത്യയിൽ ഇതിനൊരു പക്ഷേ പ്രതിരോധ ഗവേഷണ വികസന ഘടനയുടെ പൂർണ്ണമായ നവീകരണം ആവശ്യമായി വരുന്നതുകൊണ്ട് പ്രാഥമികമായി നിലവിലെ സൈനിക ഉപകരണങ്ങൾ നവീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് ലഫ്റ്റനന്റ് ജനറൽ ഹൂഡ കൂട്ടിച്ചേർത്തു. ഒരു വലിയ സമുദ്രമുന്നണി, അതായത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയെ പ്രതിരോധിക്കാൻ മികച്ച ISR കഴിവുകൾ ആവശ്യമായി വരുന്നുവെന്നും ആധുനിക നാവിക സംഘടനത്തിൽ ഡ്രോണുകളുടെയും USVകളുടെയും ആക്രമണാത്മക ഉപയോഗം അനിവാര്യമാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയെ മൊത്തത്തിൽ നിരീക്ഷിക്കുന്നതിലെ കുറവുകൾ പരിഹരിക്കുന്നതിന് ഇന്ത്യൻ നാവികസേന അമേരിക്കയിൽ നിന്നും MQ-9 സീ ഗാർഡിയൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്രൻസ് ഡ്രോണുകൾ ലീസിനെടുത്തിരുന്നു.